ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇതിലൊരു ഗസ്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അന്നത്തെ ദിവസം ഒരു സാധാരണ ദിവസം കേട്ടോ. എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീക്കുന്നു, എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വരും. പിന്നെ ചായ കുടിക്കുക, എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ എൻ്റെ ഫ്രണ്ട് എന്നും വിളിക്കാറുണ്ട് കേട്ടോ, ഡെയിലി വിളിക്കാറുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ അവൾ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വീട്ടിൽ ഉമ്മയും ഉപ്പൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ വരുന്ന ബുദ്ധിമുട്ടാണ്, പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള സമയത്ത് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉമ്മാനെ അവൾ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം അവൾ വീട്ടിൽ പോയിട്ടുണ്ട്, പക്ഷേ അവൾക്ക് എൻ്റെ വീട്ടിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം വൈകിട്ട് അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ വർക്ക് ഉണ്ട്, പിന്നെ ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും വീട്ടിലുണ്ടാക്കണില്ല, നമുക്ക് ഉള്ള ടൈം കൊണ്ട് കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ബട്ടൂര ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. അവളെ മോൾക്ക് ബട്ടൂര ഇഷ്ടമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബട്ടൂര ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു കപ്പ് പാലിലേക്ക് കുറച്ച് 1.5 ടീസ്പൂണ് ഷുഗറും 1 ടീസ്പൂണ് ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറു ചൂടുള്ള വെള്ളമാണ്, ചെറു ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ ഇളനീരുണ്ടായിരുന്നു, അതൊന്ന് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊരു പുഡിംഗ് ആക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ജലാറ്റിന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളൊരു പുഡിംഗ് ട്രേയിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇതിനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ബേക്കിംഗ് ടിന്നാണ്. എൻ്റെ അടുത്ത് പുഡിംഗ് ട്രേ ഒന്നും ഇല്ല കേട്ടോ, എല്ലാം ഒന്ന് റെഡിയായി വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ആ ഒരു ടൈമിൽ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വെച്ചു. ഇനി ഇൻഷാല്ലാ ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടൂര ഉണ്ടാക്കാം. അപ്പോൾ വട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലോർ എടുക്കുകയാണ്. അപ്പോൾ മൈദയാണ് കേട്ടോ. മൈദ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തൈരാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ, ഒരു പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ് ഇതിന് നല്ലത്. അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സമയത്തായിട്ട് തന്നെ നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് ആവണ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇതിനൊന്നും കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാനിതിൽ കാണിക്കണില്ല, കുറച്ച് തിരക്ക് പിടിച്ചിട്ടായിരുന്നു കേട്ടോ. ഇൻഷാല്ലാ വട്ടൂരൻ്റെ റെസിപ്പി വേണവർക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി മാവ് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് പിന്നെ അതിനെ പൊങ്ങി വന്നതിൻ്റെ ശേഷം നമ്മൾ പൂരി പോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പൂരി പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അടിഭാഗം സെറ്റായി. പിന്നെ അതിൻ്റെ വെള്ളത്തിൽ കുറച്ച് ജലാറ്റിനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധ വിട്ടപ്പോൾ ആ ജലാറ്റിൻ അവിടെ ഇരുന്ന് സെറ്റായി തുടങ്ങി. അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു പുഡിങ്ങും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുഡിംഗ് മിക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടില്ല, ആ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ്. ഇതിൽ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണെന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഓറഞ്ചിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യമൊന്നും കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഞാനിതും ഒരു ബേക്കിംഗ് ടിന്നിൽ തന്നെയാണ് ഒഴിച്ച് സെറ്റാക്കാൻ വേണ്ടി വെക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഉച്ചക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബാർബി കേക്കാണ് കേട്ടോ. 1 kg വെയിറ്റ് വന്നിട്ടുള്ള ബാർബിയാണ്. അപ്പോൾ ബാർബിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോഡിയിലായിട്ട് ഫോണ്ടൻ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫോണ്ടൻറ്റിനെ കളർ മിക്സ് ചെയ്യുക, എന്നിട്ട് പരത്തിയിട്ട് ഇതിലേക്ക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ബ്രഷ് ചെയ്യുക. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ അതിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ നെക്കിൻ്റെ ഭാഗത്തായിട്ട് പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളാക്കിയിട്ട് ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്.
പിന്നെ സ്ലീവിന് ഈ ഒരു ഡിസൈൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈൻ സെയിം ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ളത് സെയിം കളറിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലീവ് ഇങ്ങനെ എന്താ പറയുക താഴോട്ട് വന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത്. കുറച്ച് ബീഡ്സ് ഗോൾഡൻ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ നാത്തൂനായിരുന്നു. പിന്നെ ഉള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അവർ വന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അവർ വന്ന് കേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം 1:30 നമുക്കൊരു കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇത് 1.5 കിലോ വെയിറ്റ് വന്നിട്ടുള്ള ബാൻജോ കേക്കാണ്. മുകളിലായിട്ട് 2 ഡോണറ്റിൻ്റെ ഷേപ്പിൽ ഫോണ്ടൻറ്റിനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്, വൈറ്റ് കളറിലുള്ള ഡ്രിപ്പും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കേക്ക് കൊണ്ടുപോയതിൻ്റെ ശേഷം ഒരു 3:30-4 മണിൻ്റെ ടൈമാണ് ഇട്ടത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം മോനക്ക് ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അവളെ മോളെ കാണാമെന്നുള്ള ആ ഒരു ആകാംക്ഷയിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആരാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സനൂസ് വേൾഡ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ സനൂബിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവളുടെ ചാനലിൽ അവൾ വരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഉമ്മ ഉപ്പ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ മൂത്തമ്മയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ മൂത്തമ്മയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വന്ന് ഇപ്പോൾ വീടെല്ലാം ഒന്ന് നടന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ സനൂബിയും പിന്നെ അവളെ മോളുണ്ട് നീമ, അതുപോലെ സാറ ബേബിയും, പിന്നെ മോനോ ഉമ്മയാണ് കേട്ടോ വന്നിട്ടുള്ളത്. മോന് ചെറിയ കുട്ടിയാണ്. പിന്നെ അപ്പോൾ എൻ്റെ മോനക്ക് സാറ ബേബിനെ കണ്ടിട്ട് ഭയങ്കര കേടായിട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറ ബേബിനെ. ആ വീഡിയോസിലെല്ലാം കാണുമ്പം അവൻ അങ്ങനെ ഇരുന്ന് കാണും. സാറൻ്റെ ഭാഗത്തുമ്പോൾ ഓടി വരും, എവിടെയാണെന്നുണ്ടെങ്കിലും ഓടി വന്നിട്ട് അവളെ വീഡിയോ കണ്ടിരിക്കും കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാനും സനൂബിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു കേക്കിൽ സ്റ്റാർട്ട് ചെയ്ത മുതലേ കോണ്ടാക്റ്റും കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് വെച്ചിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പായി മാറിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വിളിക്കും എന്നുള്ളത്. ഡെയിലി ഒരു പ്രാവശ്യം ഒന്നല്ല കേട്ടോ, 2-3 പ്രാവശ്യമൊക്കെ വിളിക്കും. നമുക്ക് എന്ത് കാര്യങ്ങളും സങ്കടമായാലും സന്തോഷമാണെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര റിലാക്സാണ് കേട്ടോ. എനിക്ക് സ്വന്തമായിട്ടൊരു സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇല്ല കേട്ടോ, ഞാനൊരാളേ ഉള്ളൂ. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഏടത്തിയാണോ അനിയത്തിയാണോ എന്നറിയില്ല, എൻ്റെ കൂടപ്പിറപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും ഒരു റിലാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. ബട്ടൂര ഫ്രൈ ചെയ്യണം കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് വരുമ്പോൾ നീയനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, നീയ ഹോസ്റ്റലിലായിരുന്നു. പിന്നെ നെയ്മയും സാറ ബേബിയും ഉമ്മയും അവളും കൂടിയാണ് വന്നിട്ടുള്ളത്. മോന് ആ ടൈമിൽ എൻ്റെ ഉമ്മാൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാനെ കാണാം, അതുപോലെ തന്നെ വീട് കാണാം. ഉമ്മ ഉള്ള ടൈമിൽ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ. അപ്പോൾ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ടൈമും ഒത്ത് വന്നപ്പോൾ പിന്നെ അങ്ങനെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുപാടൊന്നും കണ്ടിട്ടില്ല കേട്ടോ, വല്ലപ്പോഴും കാണുള്ളൂ. പക്ഷേ ഡെയിലി ഭയങ്കരമായിട്ട് എപ്പോഴും കോൾ ചെയ്യും. അതുപോലെ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും കോൾ ചെയ്തിട്ട് ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും മനസ്സിലായത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്നും ഹൈഡ് ചെയ്യാതെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രണ്ട്, ഒരു സിസ്റ്റർ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അടുപ്പമുള്ള ഒരാൾ നമ്മളെ ലൈഫിൽ വേണം. എന്നാലും നമുക്ക് എന്തിനും ഒരു ആശ്വാസം ഉണ്ടാവട്ടെ. എന്ത് വിഷമമാണെങ്കിലും എന്ത് സന്തോഷമാണെങ്കിലും ഒക്കെ പെട്ടെന്ന് നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നും. ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എപ്പോഴും നമ്മളതായ കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ എല്ലാം കേട്ടിരിക്കുന്ന ഒരു ഫ്രണ്ടും കൂടി നമുക്ക് വേണം. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ അതും കൂടി മുന്നോട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ലൈഫ് അടിപൊളിയായിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടണമെന്നില്ല. PM ഗഫൂർ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്ന സമയത്ത് ഒരാൾ നമ്മളെ മൈൻഡിൽ വരുന്നുണ്ട്, ഒരു ഫ്രണ്ട് നമ്മളെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടായിരിക്കും നമ്മളെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് PM ഗഫൂർ ഒരു ടോക്കിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് മൈൻഡിൽ വരുന്നത് ഈ ആളായിരുന്നു കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തുക. നമ്മളിപ്പോൾ എപ്പോഴും എല്ലാ സമയത്തും സന്തോഷത്തിലും അതുപോലെ വിഷമങ്ങളില്ലാത്തവരില്ലല്ലോ. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുക എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.